ഇദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിന് വേണ്ടിയാണ്. ഒരു ഹൈന്ദവനായ വ്യക്തി ആ ഹിന്ദു സമുദായത്തിനെതിരെ സംസാരിച്ചാൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. സ്വന്തം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞു തള്ളും. ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെതിരെ സംസാരിച്ചാൽ അവനോട് ആ മതക്കാർക്കുണ്ടാകുന്ന വിരോധം താങ്ങാൻ കഴിയാത്തതാണ്. ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. ഒരു മതസ്ഥൻ മറ്റൊരു മതത്തെ പറയുമ്പോൾ അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളും. പക്ഷേ ഒരു വിശ്വാസ സംഹിതയെ അതിനകത്ത് നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഒരാളും അംഗീകരിച്ചു കൊടുക്കില്ല. അതാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം. ഒറ്റ കാര്യം കൂടി അതിന് ഉദാഹരണമായി ഞാൻ സൂചിപ്പിക്കാം. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സഖാവ് PK സൈനബ. മഞ്ചേരിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിർത്തി. സാധാരണ ലീഗിന് LDF-ന് 3 തൊട്ട് 3.25 ലക്ഷം വരെ വോട്ടുണ്ടാകും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ. എന്താ സംഭവിച്ചത്? അവര് പ്രത്യക്ഷത്തിൽ അവിടെ വേഷവിധാനങ്ങൾ പോലും ഇസ്ലാമിനെതിരാ. കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ പോലും ആ മതനിഷേധിക്കെതിരെ വോട്ട് ചെയ്തു. അത് ചരിത്രമാണ്. ആ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടും. ഇത് തന്നെയാണ് സ്വരാജിനും അവിടെ സംഭവിക്കാൻ പോകുന്നത്. എവിടെ? നിലമ്പൂരിൽ. ശബരിമല ഇഷ്യൂ നിങ്ങൾക്കറിയാം. ശബരിമല ഇഷ്യൂവിൽ പിണറായിസത്തിന്റെ ഭാഗമായി നിന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഹൈന്ദവ മതവിശ്വാസികളുടെ മതത്തെ, അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തി അവഹേളിച്ച് പിണറായിസം കേരളം മുഴുവൻ ഹിന്ദുത്വത്തിനെതിരെ പ്രചരണം നടത്തിയവനാ ഈ പറയുന്ന സ്വരാജ്. ഹൈന്ദവ സമൂഹം ഒരു ഹൈന്ദവനാണ് സ്വരാജ്. അത് താങ്ങൂല. കാണാൻ പോവാണ് നമ്മള്. അപ്പൊ രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ വിഷയം, ഇദ്ദേഹം ആളാകാൻ വേണ്ടി, ഇപ്പൊ ഞാൻ ഔട്ട്സ്പോക്കൺ എന്ന് പറഞ്ഞല്ലോ, UDF അധികാരത്തിലിരിക്കുമ്പം, സ്വന്തം പിതാവ് മന്ത്രിയായിരിക്കുമ്പം ഈ UDF നേതൃത്വത്തിനെതിരെ എത്ര തവണ മലപ്പുറത്ത് ഇദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്? ഇവിടെ കഴിഞ്ഞ 5-8 കൊല്ലമായി മലപ്പുറം ജില്ലയിലെ ലീഗ് കോൺഗ്രസ് ബന്ധത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?